സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 99% ആളുകളും അല്ല 100% ആളുകളും മൊബൈൽ ലോക്ക് ചെയ്തിടുന്നവരാണ്. ലോക്ക് ചെയ്തിടണം, തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ലോക്ക് ചെയ്തിടുക തന്നെ വേണം. ഒരുപാട് ഗുണങ്ങൾ ഇത് കാരണം നമുക്ക് ലഭ്യമാണ്, പക്ഷേ ചില ദോഷങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ ഈ ഒരു അവസ്ഥ അറിയിച്ചു കൊടുക്കാൻ സാധിക്കില്ല, കാരണം നമ്മുടെ മൊബൈൽ ലോക്കാണ്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ മൊബൈൽ ലോക്കിലാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഈ ഒരു അവസ്ഥ അവർക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കും. എമർജൻസി SOS സെറ്റിങ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്തതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റിങ്സ് ആണ് ഇത്. നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളൊരു അത്യാഹിത ഘട്ടത്തിൽ പെട്ടാൽ പോലും മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാനും നിങ്ങളെ രക്ഷപ്പെടുത്താനും സാധിക്കും. ഏതാണ് സെറ്റിങ്സ്, എങ്ങനെ അത് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ പോലുള്ള മൊബൈലുകളിൽ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ ലോക്ക് സ്ക്രീൻ സിഗ്നേച്ചർ വീണ്ടും കാണാം. അവിടെ വീണ്ടും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ പല ആളുകളും ചെയ്യുന്നത് അവരുടെ പേര് അല്ലെങ്കിൽ ഇമെയിൽ ID ഇതാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി മറ്റൊരു നമ്പറും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് ആ നമ്പറും കൂടി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നെ ആ നമ്പറുകൾ സേവ് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി ബാക്ക് വന്നിട്ട് നിങ്ങൾ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മൊബൈൽ ലോക്കിലാണ്, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ലോക്ക് തുറക്കാതെ തന്നെ കണ്ടോ ഇവിടെ നമ്മൾ സേവ് ചെയ്ത നമ്പറുകൾ താഴെ കാണാൻ സാധിക്കും. ഓക്കെ, മൊബൈലിൻ്റെ ലോക്ക് തുറന്നിട്ടില്ല, ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മുടെ ബന്ധുക്കളെ അവർക്ക് ഈസി ആയിട്ട് അറിയിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെയും ഇതുപോലെ തന്നെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ആയിരിക്കും കാണുക. അവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെയുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. ഓക്കെ, ഇവിടെയും നിങ്ങൾ നമ്പറാണ് സേവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പർ 1 2 നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഞാനിപ്പോൾ ഡണ്ണ് കൊടുക്കുകയാണ്. ആ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. ഇനി മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ലല്ലോ. ഇവിടെ തന്നെ ലോക്ക് സ്ക്രീനിൽ തന്നെ ആ നമ്പർ ഇവിടെ സേവ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ വരുന്നവർക്ക് ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൊബൈലുകളിലും ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് പല സന്ദർഭങ്ങളിലും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.